പ്രേക്ഷകർക്കും നമസ്കാരം. ഇത് ഫൺസ് അപ്പോൺ എ ടൈം സീസൺ 4 സ്റ്റാൻഡ് അപ്പ് ഫോർ ഗേൾസ്, മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാൻഡ് അപ്പ് കോമഡി ഷോ. നമുക്ക് നല്ല ഭംഗിയുള്ളവരെ കണ്ടു കഴിയുമ്പോഴത്തേക്കും കണ്ണിനൊരു കുളിർമ, സന്തോഷമൊക്കെ തോന്നാറില്ലേ? അതുപോലെ തന്നെ മനസ്സ് തുറന്ന് ചിരിക്കുവാനുള്ള കഥകൾ കേൾക്കുമ്പോൾ ചിരിക്കുമ്പോൾ ഒബ്വിയസ്ലി മനസ്സിന് നല്ലൊരു സന്തോഷം ഉണ്ടാവും. അപ്പൊ നിങ്ങളെയൊക്കെ നല്ല നല്ല തമാശകൾ കേൾപ്പിച്ചുകൊണ്ട് സ്റ്റാൻഡപ്പ് കോമഡി പെർഫോമൻസിലൂടെയൊക്കെ ഹാപ്പി ആയിട്ടിരുത്താനുള്ള ഒരു മിഷനിലാണ് ഞങ്ങൾ. ആൻഡ് വി ആർ റെഡി വിത്ത് അവർ മിഷൻ. ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നു. എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമ്മുടെ ചിരിയുടെ രാജാവിനെയും രാജ്ഞിയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ലെറ്റ്സ് വെൽക്കം our judges രമേശ് പിഷാരടി ആൻഡ് രചന നാരായണൻകുട്ടി. രമേശ് ഏട്ടാ, ഞാനിങ്ങനെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു, അതായത് ഇവരെല്ലാവരെയും ചിരിപ്പിക്കാന്നുള്ളൊരു മിഷനിലാണ് നമ്മൾ എന്ന് പറഞ്ഞു. രമേശ് ഏട്ടൻ ഇപ്പൊ സ്റ്റാൻഡപ്പ് കോമഡി, തമാശ കോമഡി ഒക്കെ ഒരു പ്രൊഫഷനായിട്ട് എടുത്തപ്പോഴത്തേക്കും എപ്പോഴെങ്കിലും ചിന്തിച്ചു ഇത് എന്റെ ഒരു മിഷനായിട്ട് ഞാൻ എടുക്കണം, ആൾക്കാരെ കൂടുതൽ ചിരിപ്പിക്കുക എന്നുള്ളത്? അങ്ങനെ എന്തെങ്കിലും ഒരു തുടങ്ങുമ്പോൾ അങ്ങനെ ചിന്തിക്കുന്നില്ലേ? ഈ ചിരിക്കേണ്ടതും സന്തോഷിക്കേണ്ടതും ഒക്കെ അവനവന്റെ ആവശ്യമാണെന്നൊരു ബോധ്യം നമുക്ക് വേണം. കാലം എങ്ങനെയോ ഇതിനെ മാറ്റിയിട്ടുണ്ട്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ റോഡരികിൽ പോയി നോക്കിയാൽ തുണിക്കടകളുടെയും സ്വർണ്ണക്കടകളുടെയും പരസ്യങ്ങളിൽ തൊട്ട് ചിരിച്ച മുഖങ്ങൾ ഇപ്പൊ കുറവാ. എല്ലാരും ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോകളാണ്, ആറ്റിറ്റ്യൂഡിന്റെ ബഹളമാണ്. നിങ്ങൾ പോയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ഒരു 100 പേരുടെ DP എടുത്ത് നിങ്ങൾ നോക്കിക്കോളൂ, അവരെല്ലാരും ദേഷ്യത്തിൽ നിൽക്കുകയായിരിക്കും. ഇങ്ങനെ എല്ലാ ആൾക്കാരും പ്രൊഫൈൽ ഇടുന്നിടത്തും ഫോട്ടോ എടുക്കുന്നിടത്തും എല്ലാം അനാവശ്യമായി ഇപ്പോൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന മുട്ടയുടെ ഉണ്ണിയുടെ അവസ്ഥയാണ് ചിരിക്ക്. വെള്ളത്തിൽ നിന്നിട്ട് ഉണ്ണിയെടുത്ത് മാറ്റി വെക്കുന്ന പറഞ്ഞാൽ വെറുതെ ചിരി മാറ്റി വെക്കുകയും ചിരി വളരെ കുറയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷെ സത്യത്തില് നല്ലോണം ചിരിക്കുന്നത് എന്തൊരു റിലാക്സ് ഉള്ള പരിപാടിയാണ്. നല്ല റിലാക്സ് ആവും. കുറേ നേരം ചിരിച്ചൊക്കെ കഴിയുമ്പോൾ നമ്മൾ വളരെ ഫ്രഷ് ആവും, വളരെ നല്ലതാണ്. നമ്മുടെ ആങ്സൈറ്റി കുറയും, ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നതൊരു മിഷനാണ്. എന്റെ അവസ്ഥ എന്തായിരുന്നു വെച്ചാ, കോമഡി ഒന്നും ചെയ്യുന്ന എനിക്ക് അറിയണ്ടായിരുന്നില്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ ഈ ഒരു രംഗത്തേക്ക് വന്നത്. ഞാൻ RJ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു റേഡിയോ മാംഗോയില്. അപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ജയരാജ് എന്ന് പറഞ്ഞ ചേട്ടൻ, ജയചേട്ടനാണ് ആദ്യം മറിമായത്തിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യകാലത്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, രചന പോകുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല ജയരാജ് ചേട്ടാ, എനിക്ക് അറിയില്ല, എനിക്ക് കോമഡി ചെയ്യാൻ എനിക്ക് വശമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യണതല്ലേ, ഞങ്ങൾ ഒരുമിച്ച് തൃശ്ശൂർ സൂപ്പർ ഫാസ്റ്റ് എന്ന് പറഞ്ഞൊരു ഷോ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. തൃശ്ശൂർ സൂപ്പർ ഫാസ്റ്റിൽ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്ന പല കാര്യങ്ങളും വളരെ സെൻസിബിൾ വിറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞ് എന്നെ ഓർമ്മിപ്പിച്ചിട്ടാണ് ഈ ഷോയിലേക്ക് എന്നെ വിടുന്നത്. അങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യാൻ പോയ ഞാനാണ് പിന്നെ മറിമായം സ്ഥിരമായിട്ട് ഒരുപാട് കാലം ചെയ്യാൻ തുടങ്ങി. ഓക്കെ, എന്നാലും നമ്മുടെ ഷോയിൽ ഇനി അടുത്ത 1 മണിക്കൂർ നമ്മൾ മരുന്ന് പോലെയല്ല, ഭക്ഷണം പോലെ നിങ്ങൾക്ക് ചിരി സമ്മാനിക്കാൻ പോവുകയാണ്. നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നു. ജഡ്ജസിന് മുൻപായിട്ട് അവരുടെ സീറ്റുകളിലേക്ക് ക്ഷണിക്കുകയാണ്, പ്ലീസ്. അപ്പൊ മറ്റൊരു പുതുമയാർന്ന എപ്പിസോഡ് തുടങ്ങുമ്പോൾ ഈ എപ്പിസോഡിൽ മത്സരിക്കുന്ന ഫീമെയിൽ സ്റ്റാൻഡപ്പ് കൊമേഡിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടുപേരും ഒന്നിലൊന്ന് കിടിലങ്ങൾ തന്നെയാണ്. ലെറ്റ്സ് വെൽക്കം നിഷ അച്യുതൻ ആൻഡ് സോഫി പോളി. എല്ലാവരും കഴിഞ്ഞ ഷോ കണ്ടിട്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. അല്ല, കുറെ പേര് അഭിപ്രായം പറയുമ്പോഴേ സോഫി ചേച്ചി പറയുന്നത് നമ്മളോട് അഭിപ്രായമൊക്കെ പറയാം, കണ്ടു നന്നായി എന്നൊക്കെ പറയുന്ന പതിവ് അഭിപ്രായങ്ങളല്ലാതെ സോഫി ചേച്ചി ഭർത്താവിനെ കുറിച്ചാണല്ലോ കൂടുതൽ പറഞ്ഞത്. പുള്ളിക്കാരൻ ശരിക്ക് ആത്മാർത്ഥമായിട്ട് വിളിച്ചിരുത്തി അടുത്ത് ചേർത്തിരുത്തിയിട്ട് എന്താ പറഞ്ഞത്? സ്കിറ്റ് ഞാൻ ആളെ കേൾപ്പിച്ചിട്ടാണല്ലോ അങ്ങോട്ട് കൊണ്ടുതന്നെ. അപ്പൊ പിന്നെ ആൾക്കാർ ഭയങ്കര ഇഷ്ടമായി, നന്നായിരുന്നു. പിന്നെ ആളുടെ അനിയന്മാരൊക്കെ പറഞ്ഞു, ഓ ഞങ്ങളുടെ ചേട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ചേച്ചി അനിയന്മാരുടെ പേടി എന്താ അറിയോ? നാളെ അനിയന്മാരുടെ എല്ലാം ഭാര്യമാരെ ഇറങ്ങി ഇങ്ങനെ പറയാൻ തുടങ്ങിയ അനിയന്മാരെന്തോ ചെയ്യും. ഇവിടെ നിഷയുടെ കാര്യമല്ലോ പരിപാടി എനിക്ക് കാണാന് ഞാനൊരു സുഹൃത്തിന്റെ വീട്ടിൽ പോയെന്നാണ് കണ്ടത്. അപ്പൊ കുഴപ്പമില്ല, നല്ല അഭിപ്രായമാണ് കേട്ടോ തോന്നുന്നു. എന്താ ഒരു പരിങ്ങല്? അല്ല, മെയിൻ പ്രശ്നം എന്തറിയോ, അത് കഴിഞ്ഞിട്ടേ സ്ഥിരം കിട്ടുന്ന ഒരു ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാ, ആ ചെക്കനെ വിറ്റ് ക്യാഷ് ആക്കിയില്ലേ? ഇതിന്റെ
പ്രൂഫ് റീഡിങ്ങും കണ്ടന്റ് വെരിഫിക്കേഷനും അവൻ തന്നെയാണ് സത്യത്തില്. താത്തനെ വിളിച്ചാലോ? ഓഫ് കോഴ്സ്, ലെറ്റ്സ് വെൽക്കം താത്ത ഫ്രോം മാക്സ്. കളി പറയും കഥ പറയും അടിപൊളിയാ ആമിയ താത്ത. ഫേസ്ബുക്കിൽ റീൽസുകളിൽ ട്രെൻഡിങ്ങിൽ ആമിയ താത്ത. തമ്പിലാരമീനായ തമ്പുരാനെ, ആ, എന്ത് പറ്റി? ഈ നമ്മളെ ആ, ഈ തൃശ്ശൂർ ഭാഗത്തുനിന്ന് ഒരു വാർത്ത കിട്ടിയിട്ടുണ്ട്. എന്തത്? അതായത് ചേച്ചിയുടെ വീട്ടില് മറ്റേ ടെലികാസ്റ്റ് ചെയ്ത ദിവസം അഖില് കൊട്ടാമ്പറോ ആയിരുന്നെന്ന് കേട്ടു. പക്ഷെ അങ്ങനെയല്ലെന്നൊക്കെയാണ് പറയുന്നത് സോഫി. എങ്ങനെ? അങ്ങനെയൊന്നും ഇല്ല. അടുത്ത് പിടിച്ച് സ്നേഹത്തോടെ തലോടിയൊക്കെ ആര്? ഹസ്ബൻഡ്. ഞാൻ സിനിമ TV-യിൽ കാണിച്ച കാര്യം പറഞ്ഞേ. ഓ, അതാണോ ആ, പറഞ്ഞത്? പിന്നെ നീ എന്താ വിചാരിച്ചേ? തകില് കൊട്ടാമ്പറം എന്ന് പറയുന്ന പഴയ സിനിമയുണ്ട്. ഓ, അതാണോ? അതന്ന് ടി ഞാൻ വി കാണിച്ചു. വിചാരിച്ചു സോഫി ചേച്ചിയുടെ ഹസ്ബൻഡ് പുള്ളിക്കാരെ തകില് കൊട്ടുന്ന അങ്ങനെ അവര് തമ്മിൽ പറയും. അവരൊക്കെ തമ്മിൽ വർഷങ്ങളായിട്ടുള്ള പരിചയമുള്ളതാണ് പിന്നല്ലാണ്ട്. അല്ലേ? പിന്നെ താത്തയുടെ ജൂനിയർ ആയിട്ട് സ്കൂളിൽ പഠിച്ചതാണ് സോഫി ചേച്ചി. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ തമ്മിൽ ചായ ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ചായയല്ല, കാപ്പിയുണ്ട്. ആ ചായ അല്ല കാപ്പി ഉണ്ടെന്ന് പറഞ്ഞ തമാശക്ക് ഇന്ന് നല്ലൊരു സ്വീകരണം നമ്മൾ കൂടെ അല്ല. പക്ഷെ താത്തയ്ക്ക് ആവാം. അതൊക്കെ എന്തുവാ? എന്നാ ഞാൻ കഥ പറഞ്ഞോട്ടെ. 3 സിനിമയുടെ കഥയാണ്. എന്നാ പിടിച്ചോ, കഥ പഠിച്ചോ. വെക്കേഷൻ ആഘോഷിക്കാനാണ് നായകൻ നായികയുമൊത്ത് തൻ്റെ കാറിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് കൽക്കത്തയിൽ നിന്നും കേരളത്തിലേക്ക് വന്നത്. അമ്മാവൻ്റെ വീട്ടിൽ നിർത്താതെ റിനോവേഷൻ നടക്കുന്ന മാടമ്പള്ളി തറവാട്ടിലേക്ക് അവർ താമസം മാറുന്നു. അമ്മാവൻ്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് തുറക്കരുത് എന്ന് പറഞ്ഞ ആ മുറി തുറന്ന് നായിക അകത്തേക്ക് കയറുന്നു. മറ്റൊരു വീട്ടിലിരുന്ന് ഇതെല്ലാം ബൈനാക്കുലറിൽ കണ്ടുകൊണ്ടിരുന്ന നായകൻ താൻ അന്വേഷിക്കുന്ന കുറ്റവാളിയുടെ മകളാണ് ആ മുറിയിലുള്ളതെന്ന് മനസ്സിലാക്കി ഒരു ടെലിഫോൺ റിപ്പയർ എന്ന വ്യാജേന ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. റിപ്പയറിംഗ് കഴിഞ്ഞ് കസേരയിൽ നിന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോഴാണ് അബദ്ധത്തിൽ വീണ പശ പാൻറിൽ ഒട്ടിപ്പിടിച്ച കാര്യം നായകൻ അറിയുന്നത്. ഒരു കണക്കിന് അതിൽ നിന്ന് എഴുന്നേറ്റ് നായകൻ കീറിയ പാൻറ്റുമായി പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു. മനസ്സിലായ? പിന്നാലെ തന്റെ കാല് തല്ലി ഓടിച്ചതിന്റെ പ്രതികാരം വീട്ടാൻ ഗർവാസി സാശാനും ശിഷ്യന്മാരും എൽദോയും സംഘവും പിറകെ ഓടുന്നു. വഴിയിൽ വെച്ച് പൊന്നപ്പൻ ആ പത്രവാർത്ത വായിക്കുന്നു. ആശാന്റെ കാല് തല്ലി ഓടിച്ചു. കാൽ തല്ലി ഓടിച്ച ഗോപാലകൃഷ്ണനോട് വിശാല മനസ്കനായ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇത് കേട്ട് തല്ലി ഓടിക്കലാവിന്റെ കാലെന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണനെ പിടിക്കാൻ ഓടിയ ആശാനും കൂട്ടരും. ഇതാണ് 3 സിനിമ. അടിപൊളി, നല്ല കഥ കേട്ടോ. നല്ല ബ്ലെൻഡ് ആയിട്ട് വന്നിട്ടുണ്ട് 3 കഥകളും. ഇനി പറ, ആരാ പറയാൻ പോകുന്നത് ആദ്യം? സോഫി ചേച്ചി. അവനൊരു കയ്യടി കൊടുക്കണ്ടേ? ഇത് എഴുതിയത് പലരും ചോദിച്ചു ഇങ്ങനെ 3 സിനിമകൾ കൂട്ടി കഥ ഉണ്ടാക്കുന്ന ആളാരാണെന്ന്. അത് മിഥുൻ പള്ളുരുത്തി, അനീഷ് അരമങ്ങാനം, ഇടയ്ക്കിടയ്ക്ക് ഡയാനയെ സഹായിച്ചിട്ടാണ് ഈ കഥകൾ ഉണ്ടാവുന്നത് കേട്ടോ. നല്ല കഥകളാണ് എല്ലാവരും. ബ്രാക്കറ്റിൽ ഇടയ്ക്കിടയ്ക്ക് ഡയാന. ഇടയ്ക്കിടയ്ക്ക് ഡയാന, അത്രേ ഉള്ളൂ. ശരി, ഈ സിനിമകൾ ഏതൊക്കെയാന്ന് പറയൂ. പറഞ്ഞോളൂ. മണിച്ചിത്രത്താഴ്, ഉവ്വ. വന്ദനം, ആ മാനാർ മത്തായി സ്ട്രീറ്റ്. ഓക്കെ, അടുത്തത് മണിച്ചിത്രത്താഴ്. വന്ദനമാണോ നോക്കത്തത്? അച്ഛേ, അതാണോ എന്നൊരു ഡൗട്ട് വന്നിരുന്നു. പക്ഷെ വന്ദനം തോന്നുന്നു, പാൻറ് കീറിയ കാര്യം പറഞ്ഞപ്പോ. പിന്നെ 3-മത്തത് റാംജിറാവ് സ്പീക്കിംഗ് ആണെന്ന് തോന്നുന്നുണ്ട്, ഗോപാലകൃഷ്ണൻ എന്ന് കേട്ടപ്പോ. ഇതിൽ ആര് പറഞ്ഞ 3 സിനിമയാണ് ശരി? ഇതിനകത്ത് നമ്മുടെ ചേച്ചി പറഞ്ഞ 3 സിനിമയാണ് ശരി. പുള്ളിക്കാരത്തി പറഞ്ഞോ? പുള്ളിക്കാരത്തി പറഞ്ഞത് 2-മത്തെ സിനിമയല്ലേ, റാംജിറാവ് സ്പീക്കിംഗ് എന്നാണ് പറയുന്നത്. പക്ഷേ ആദ്യത്തെ ഈ സിനിമ. സീൻ ഉള്ളത് മാന്നാർ മത്തായി മാന്നാർ സ്പീക്കിങ്ങിലാണ്. മത്തായി സ്പീക്കിങ്ങിലാണ് ഈ സിനിമ ചെയ്യുന്നത്. അപ്പൊ 3 സിനിമകളും മണിച്ചിത്രത്താഴ്, വന്ദനം, മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്നീ 3 ചിത്രങ്ങൾക്കും ശരി ഉത്തരം നൽകിയിരിക്കുന്നത് സോഫി ചേച്ചിയാണ്. So that means she is performing first. പുഞ്ചിരി, മന്ദസ്മിതം, ചിരി, പൊട്ടിച്ചിരി, അട്ടഹാസം, അത് നമുക്ക് വേണ്ട. അടക്കി പിടിച്ച ചിരി, പരിഹാസച്ചിരി, ആക്കിയ ചിരി, എളിബ്യച്ചിരി. ചിരി പലതരം. ചിരി ഉള്ളിന്ന് വന്നില്ലെങ്കിൽ അത് ഇളിയായി മാറും. അവിടെ ചർച്ച ചെയ്യുക ഉള്ളിയാണോ സബോളയാണോ.
ഉള്ളി സബോളയെന്നല്ല, മനസ്സ് തുറന്നങ്ങ് ചിരിക്കുക. ചിരിക്കാൻ കിട്ടുന്ന ഒരു അവസരവും പാഴാക്കാതിരിക്കുക. ഞാൻ സോഫി പോളി ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വരുന്നു. ഉഷ്ണം ഉഷ്ണേന ശാന്തി, ശബ്ദം ശബ്ദേന ശാന്തി, പ്രശ്നം പ്രശ്നേന പ്രശ്നം. ഞാൻ എന്ത് ചെയ്താലും എല്ലാം പ്രശ്നത്തിൽ, എന്ത് പറഞ്ഞാലും പ്രവർത്തിച്ചാലൊക്കെ പ്രശ്നങ്ങളായിട്ട് തീരാ. ഞാൻ വന്ന വഴി എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു, നിനക്ക് സുഖമാണോ ഓടിയെന്ന് ചോദിച്ചപ്പോൾ അവൾ പറയും, എന്തു സുഖം, ഇനിയിപ്പോൾ എൻ്റെ സുഖകരം അസുഖങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം നിനക്ക് 4 ആളോട് പറയാൻ. ഇനിയിപ്പോൾ ഞാനത് ഇംഗ്ലീഷിലാണ് ചോദിച്ചെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഹലോ, ഹൗ ആർ യു, ഐ എം ഫൈൻ, ഓക്കെ, താങ്ക് യു. അവൾക്ക് സന്തോഷം, എനിക്ക് സന്തോഷം. ഈ മലയാളത്തിൻ്റെ ചില വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ പല വഴിക്കാണ് അങ്ങോട്ട് പോണേ. ഞാനിന്ന് പേപ്പറിൽ കണ്ടു, താമസിച്ച് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു, 25,000 രൂപ ശമ്പളം. അടിപൊളിയാണല്ലോ, നേരത്തെ പോകേണ്ട ആവശ്യമൊന്നുമില്ല, നേരം വൈകി പോയാലും കുഴപ്പമില്ല, താമസിച്ചെന്നല്ലേ പറഞ്ഞേക്കണേ. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കാണിച്ചപ്പോൾ ഹസ്ബൻഡ് പറയാ, എടി മണ്ടി, അതവിടെ നിന്ന് ജോലി ചെയ്യാനാണ്. നിന്ന് ജോലി ചെയ്യേ, ഇടയ്ക്കൊക്കെ ഇരുന്നൂടെ, മനുഷ്യന് കാലൊക്കെ വേദനെടുക്കില്ലേ. ഓ, ഇതിൻ്റെ മണ്ടയിലോ ഒന്നുമില്ല എന്നാ തോന്നണേന്ന് അങ്ങേരും. ഞാൻ അത് സ്റ്റേ ആടി ഉദ്ദേശിക്കണേ, സ്റ്റേ. ഓ, ഈ ഒരു ചെറിയ കാര്യത്തിന് ആ നല്ല മനുഷ്യൻ്റെ പേര് മണ്ടയിലെന്നൊക്കെ ഇവിടെ വിളിച്ചു വരുത്തേണ്ട വല്ല കാര്യമുണ്ടോ? അത് കേട്ടപ്പോൾ അങ്ങേര് പറയും, ഇങ്ങനെ ഒരു ബുദ്ധൂസിനെയാണല്ലോ എൻ്റെ തലയെ കെട്ടിവെച്ചെന്ന് ഓർത്ത് അങ്ങേര് അവിടെ നിന്ന് പോയി. എന്താ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായില്ല. അതുപോലെ ഞാൻ വനിതാ സമാജത്തിൻ്റെ ഒരു വാർഷികവുമായി ബന്ധപ്പെട്ട് എൻ്റെ സഹപ്രവർത്തകമായിട്ട് കൊമ്പ് കോർത്തു. അവളെ എന്നെ വിളിച്ച്, നീ പോടി പുല്ലേന്ന്. ഞാൻ അവളോട്, പുല്ലേ, ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് ഞാൻ തിരിച്ചങ്ങ് പറഞ്ഞു. പക്ഷെ അത് പ്രശ്നമായി. ഞാൻ ചിന്തിച്ചു, അവൾ ഉദ്ദേശിച്ച പുല്ല് ഏതായിരിക്കും? കറുകപ്പുല്ലുണ്ട്, ഇഞ്ചി പുല്ലുണ്ട്, മുത്തങ്ങ പുല്ലുണ്ട്, ചൈന ഗ്രാസ് ഉണ്ട്, ബഫല്ലോ ഗ്രാസ് ഉണ്ട്. ഏതാണ്? ഞാൻ ഓപ്ഷൻസ് പറഞ്ഞില്ലേ, ഏത് പുല്ലായിരിക്കും? പറയേ. ചൈന ഗ്രാസ്. ഇഞ്ചി പുല്ല്. എന്താ? ഇഞ്ചി ഇടിച്ച് പിഴിഞ്ഞ് തൈലാക്കുടി നിന്നെ ഞാൻ എന്നാണ് അവൾ ഉദ്ദേശിച്ചത്. ആ തൈലം കൊണ്ട് അവൾ അകം തുടയ്ക്കുന്നു. എന്താ ചെയ്യുക? ഞാൻ ഈ പ്രശ്നം എൻ്റെ ഹസ്ബൻഡിനോട് പറയാ, നീയൊക്കെ അല്ലേടി സമാജത്തിൻ്റെ ആൾക്കാർ, ഇതല്ല ഇതിലും വലുത് വരാനിരിക്കുന്നത്, ഒരു പുല്ലിൽ അവസാനിച്ചു എന്ന് വിചാരിച്ചാൽ പോരേന്ന്. ഇതൊക്കെയാണ് എൻ്റെ പുറമേ ഉള്ള പ്രശ്നങ്ങൾ. പിന്നെ വീട്ടിലേക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ രാവിലെ 5:30 വിളിച്ച് എണീപ്പിച്ചു പറയും, എടി എനിക്കടി, പെണ്ണുങ്ങൾ ഇങ്ങനെ കുറേ നേരം കിടക്കണമെന്ന് ശരിയല്ല, എൻ്റെ പോയി മിറ്റടിക്കടി, ഐശ്വര്യം കയറി വരും. ഞാൻ പറഞ്ഞു, ആണുങ്ങൾ ചൂലെടുത്താലും ഐശ്വര്യം കയറി വരും. ചൂലെടുത്ത ആണുങ്ങളൊക്കെ വലിയ വലിയ സ്ഥാനങ്ങളിലെ ഇപ്പം ഇരിക്കണം എന്ന് പറഞ്ഞാലും അവിടെ ചുരുണ്ട് കൂടി അവിടെ കിടക്കും. അപ്പം ഞാൻ അവിടെ നിന്ന് എണീപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞേ, കിടന്നുകൊണ്ട് പറയും റേഷൻ കാർഡ് എന്ന് പറയും. ഞാൻ എന്ത് പറഞ്ഞാലും അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ഞാനൊരു 3000 രൂപ സാരി വാങ്ങാൻ എടുക്കുന്നുണ്ട്. ഇതാ കേട്ടോട് ഷോക്ക് അടിച്ചോണം ചാടി അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക്. എന്നെ കണ്ടോട് പറയാ, ഈ സാധനത്തെ മുഖം രാവിലെ തന്നെ, ഇന്നത്തെ എൻ്റെ ദിവസവും പോക്കാം. എടി, എൻ്റെ കയ്യിൽ 5 പൈസയുടെ തുട്ടില്ല. പിന്നെ നിങ്ങളുടെ പോക്കറ്റിൽ പെടയ്ക്കണ 500-ൻ്റെ എത്ര നോട്ടുകളാണ് ഞാൻ കണ്ടേ. നീ കണ്ടു അല്ലേ? ഞാൻ കണ്ടു. എന്നാൽ സാരി വാങ്ങണ കാര്യം ഞാൻ തീരുമാനിക്കും, ഞാനാണ് ഇവിടുത്തെ കുടുംബനാഥൻ. ഞാൻ പറഞ്ഞു, ഞാൻ റേഷൻ കാർഡ് എടുക്കട്ടെ. അത് കേട്ടപ്പോൾ അങ്ങേര് കലിതുള്ളി അങ്ങ് പോയി. ഞാൻ ചായയായിട്ട് വന്നപ്പം ചായ രസം വരുമ്പോൾ കിടക്കാം, പേപ്പർ വായിക്കുന്നതുകൊണ്ട് മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കുമ്പോൾ മൊബൈൽ നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ മൊബൈൽ നോക്കല്ലേ, ആ പേപ്പറും തന്നെ ഞാൻ ആ സ്വർണ്ണ നിലവാരം ഒന്ന് നോക്കിക്കോട്ടെ. ഇല്ല, പേപ്പറിലുള്ളത് മൊബൈലിലുണ്ടോന്നും മൊബൈലിലുള്ളത് പേപ്പറിലുണ്ടോന്നും എനിക്ക് നോക്കണം. അങ്ങേര് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുക. തെളിവെടുപ്പ്. ഞാൻ പറഞ്ഞേ, അങ്ങേര് 2 in 1, ഞാൻ 10 in 1. എന്നിട്ട് ഒരു വിലയില്ല. ഇനി 12 മണിയാവുമ്പോൾ ഞാൻ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് മൊബൈൽ അങ്ങ് എടുക്കുമ്പോൾ അങ്ങേര് ഇങ്ങോട്ട് പ്രശ്നങ്ങളായിട്ട് ഇങ്ങോട്ട് വരും. എടി, നീ രാവിലെ തുടങ്ങി ഈ നേരം വരെ മൊബൈൽ നോക്കിയിട്ട് നിൻ്റെ GB ഇതുവരെ തീർന്നില്ലേന്ന്, എൻ്റെ GB തീർന്നു എന്ന് ദേഷ്യം വരാതിരിക്കുമോ? ഞാൻ അപ്പോഴല്ലേ മൊബൈൽ എടുത്തേ. ഞാൻ പറഞ്ഞു, ഞാൻ 60+,
നിങ്ങൾ 70+ അല്ലേ, GB തീരും. അപ്പൊ അത് ആൾക്ക് പിടിച്ചില്ല. ഒരു മധുര 17 വന്നേക്കണ് ഐശ്വര്യ റായി എന്ന വിചാരം. വലിയ ഐശ്വര്യ റായി എന്നല്ലെങ്കിലും ഏതെങ്കിലും ഒരു സുന്ദരിമാരോട് ചേർത്ത് എന്നെ ആരെങ്കിലും ഉപമിച്ചിട്ടുണ്ടാകും. എനിക്കത് മതി, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. ഒരു ഋത്തിക് റോഷൻ വന്നേക്കണ്. കല്യാണം കഴിഞ്ഞ കാലത്തിന് റീത്ത ഫാരിയ എന്ന് വിളിച്ചിരുന്ന അങ്ങേര് ഇപ്പൊ ഒരു വിലയില്ല. ഇപ്പൊ ഞാനൊരു ചാളമേരി അങ്ങേർക്ക്. ഇതൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണണമല്ലോ. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി ഞാൻ ജോത്സ്യൻ്റെ അടുത്ത് പോയി. അപ്പം ജോത്സ്യൻ കൗടിയൊക്കെ നിരത്തി വെച്ച് നോക്കിയിട്ട് പറഞ്ഞു, ചേച്ചി ആകെ പ്രശ്നമാണല്ലോ. എന്ത് പ്രശ്നമാണെങ്കിലും ജോത്സ്യർ പറഞ്ഞു, എനിക്കൊരു പ്രശ്നമില്ല. അപ്പം ജോത്സ്യർ പറഞ്ഞു, ഓരോ അരിമണിയിലും ഓരോരുത്തരുടെ പേര് എഴുതിയിട്ടുണ്ട്. ചേച്ചിയുടെ പേര് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഒരലിന്ന് അങ്ങോട്ട് പുറത്തേക്ക് ചാടി ഒരു കോഴി അത് കൊത്തി തിന്നു. അതൊരു കോഴിക്കാട്ടായിട്ട് രൂപാന്തരപ്പെട്ടു. അതുകൊണ്ടാണ് ചേച്ചിക്ക് ഇത്ര വലിയ പ്രശ്നങ്ങൾ. ജോത്സ്യര് പറഞ്ഞത് അച്ചട്ടാട്ടാ. നേരാവണ്ണം ഒരു കഞ്ഞി കുടിക്കാനുള്ള യോഗമില്ല. ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, പെട്രോൾ ഉണ്ട്. എന്താ ചേച്ചി പറഞ്ഞ പെട്രോളോ? അല്ലല്ല, പ്രഷർ ഉണ്ട്. ഞാൻ ഈ പെട്രോളിൻ്റെ കാര്യം സ്ഥിരം പറഞ്ഞ് പ്രഷറിന് പെട്രോൾ എന്നായിപ്പോയി. പിന്നെ കഞ്ഞിൽ ചൂടുവെള്ളത്തിൽ 5-6 വറ്റിട്ട് കുടിക്കുന്നതാണ് കഞ്ഞി. അതിൽ കൂടുതൽ വറ്റുണ്ടോയെന്ന് നോക്കാനായിട്ട് മരുമോൾ എൻ്റെ ചുറ്റും റാഗി പറക്കാറുണ്ട്. പിന്നെ എനിക്ക് അവളൊന്നും ചെയ്ത് തന്നില്ലെങ്കിലും പാവയ്ക്ക ജ്യൂസ് കറക്റ്റായിട്ട് അടിച്ച് എനിക്ക് തരും. അതിൻ്റെ നന്ദി ഞാൻ അവൾക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ കാണിക്കാറുണ്ട്. ഇപ്പൊ ജോത്സ്യരെ ഒരു സംശയം, നേരാവണ്ണം പേരെഴുതിയ ഈ അരിമണിയൊക്കെ ഇതിലും മോശമായ അവസ്ഥയിലാണല്ലോ രൂപാന്തരം പ്രാപിക്കണേ. അപ്പൊ അതെന്താ പ്രശ്നം? അപ്പൊ പറയാ, ചേച്ചിയുടെ അരിമണി കോഴി കൊത്തിയപ്പോ 2ആയി പിളർന്നു. പിളർപ്പാണല്ലോ ഇപ്പൊ എല്ലാത്തിൻ്റെയും പ്രശ്നം. ആണോ? അതെ, പിളർപ്പാണ് എല്ലാത്തിൻ്റെയും പ്രശ്നം. ജോത്സ്യരെ ഇതിനൊരു വല്ല പരിഹാരം ഉണ്ടോ? പിന്നെ ചേച്ചി, പരിഹാരമില്ലാത്ത പ്രശ്നമുണ്ടോ? അപ്പോൾ പറയാ, ചേച്ചിക്ക് ഒരു പ്രശ്നം വരുമ്പോൾ വീട്ടിൽ ഭർത്താവിൻ്റെയും മരുമോളുടെയും മോൻ്റെയും തലയിലേക്ക് അങ്ങോട്ട് എടുത്തു വെക്കിയ കുറേ പ്രശ്നങ്ങൾ. അപ്പൊ ചേച്ചിക്ക് ഒരു പ്രശ്നം ഇല്ലാണ്ടായി തീരും. അതിനായും ഇപ്പൊ എൻ്റെ കാശ് മുതലായി. അപ്പൊ ഞാൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ വീടിൻ്റെ മുറ്റത്ത് മരുമോളും മോനും കൊച്ചൊക്കെയായിട്ട് പ്രശ്നങ്ങളായിട്ട് അവിടെ നിൽക്കാം. എന്താടാ പ്രശ്നം? പറഞ്ഞു, അമ്മാമ്മേ ടീച്ചർ പാരൻസിനെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. എന്താടാ? ഞാൻ വായിച്ചത് തെറ്റി. നീ എന്താ വായിച്ചേ? അവനെന്നെ ബുക്ക് എടുത്ത് കാണിച്ചു. സേനയുടെ മുന്നേറ്റം എന്നിൽ ആവേശം കൊള്ളിച്ചു. നീ ഇപ്പം ശരിക്കും വായിച്ചുല്ലോ. ഞാൻ അങ്ങനെയല്ല അമ്മാമ്മ വായിച്ചേ. നീ എന്താടാ വായിച്ചേ? സോനയുടെ മുന്നേറ്റം എന്നിൽ ആവേശം കൊള്ളിച്ചു എന്നാ ഞാൻ വായിച്ചു. അവൻ്റെ അപ്പ അവൻ്റെ ചെവി പിടിച്ചു. ഇതൊന്നല്ല അമ്മ, എന്തോ കുരുത്തക്കേട് അവൻ കാണിച്ചിട്ടുണ്ട്. പിടിച്ച് തിരുമ്പപ്പം കരഞ്ഞിട്ട് പറയാ, അമ്മാമ്മേ ടീച്ചറിന്റെ പേര് സോന എന്നായിരുന്നു. എൻ്റെ ദൈവമേ, എനിക്ക് ഈ പ്രശ്നത്തിൽ ഇടപെടേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല. പക്ഷേ എൻ്റെ നാക്ക് വീണ്ടും ചതിച്ചു. 10 ഗുണം 10 ഗുണം എന്ന് എൻ്റെ നാക്ക് അങ്ങോട്ട് പുറത്തേക്ക് ചാടി. മരുമോളെ ഏറ്റുപിടിച്ചില്ലേ? ദേ നിങ്ങളുടെ അമ്മ പറഞ്ഞു കേട്ടാ, 10 ഗുണം 10 ഗുണം എന്ന്. നിങ്ങൾ എന്നെ കൊച്ചിനെയും കൊണ്ട് അങ്ങോട്ട് സ്കൂളിൽ പോക്കോ. ഞാൻ അവിടെ നിന്ന് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി വേഗം അടുക്കളയിൽ പോയി വിശന്നിട്ട് പാടില്ല കഞ്ഞി കുടിക്കാനിരുന്നപ്പോൾ മരുമോൾ എൻ്റെ മുന്നിൽ വന്നിരുന്നു. പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടി ഞാൻ അവളോട് ചോദിച്ചു, ഇന്നെന്താ കറി? എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചേനയുണ്ടല്ലോ, അതുകൊണ്ട് നമുക്കൊരു കറി വെക്കാം. എൻ്റെ മോളെ, കഴിഞ്ഞ ആഴ്ച അതുകൊണ്ട് കറി വെച്ച അപ്പടിയും ചൊറിച്ചിലായിരുന്നു നിന്റെ കെട്ടിയോൻ തന്നെയല്ലേ പറഞ്ഞേ? എൻ്റെ കെട്ടിയോൻ എന്താ നിങ്ങളുടെ മോനല്ലേ? അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് എന്ത് കൊണ്ടുവന്നാലും എല്ലാവർക്കും ഒരു ചൊറിച്ചിലാ. പലഹാരം കൊണ്ടുവന്നപ്പോൾ അമ്മയ്ക്ക് കിട്ടിയില്ല എന്ന് അമ്മ പറഞ്ഞില്ലേ? എൻ്റെ മോളെ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞേ. നാട്ടുകാർക്കും വീട്ടുകാർക്കും ബന്ധുക്കൾക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് തിന്നാനുണ്ടായില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇവളിങ്ങനെ കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ വായിലെ കഞ്ഞി ഇറക്കാനും പറ്റണില്ല. പ്രശ്നം തീർക്കാൻ പോയാൽ ഞാൻ പ്രശ്നത്തിൽപ്പെട്ട അവസ്ഥയല്ലേ, കഞ്ഞി ഇറങ്ങണില്ല. അവള് പറയാ, നിങ്ങളെന്താ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതെന്ന് എനിക്കറിയാം, നിങ്ങളുടെ അപ്പൻ എന്തായിരുന്നു ജോലി എന്ന് എനിക്കറിയാം. അവള് അപ്പനെ പറയണേ, അപ്പനെ പറയുന്നോടി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ വായിലെ കഞ്ഞി മുഴുവൻ അവളുടെ
മൂത്തും നേത്തൊക്കെയായി. ആകെ പ്രശ്നമായില്ലേ. എനിക്ക് ആകെ സങ്കടമായി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ ഇരട്ട പറ്റ അളിയന്മാരെ പോലെ എൻ്റെ ഭർത്താവും എൻ്റെ മോനും താടിക്കും കൈ കൊടുത്ത് ചിരിക്കണോ കരയണോ മട്ടിൽ അവിടെ ഇട്ട നിപ്പാ. എൻ്റെ മോൻ്റെ മുഖം കാണണം. പെറ്റ തള്ള സൈക്കിളേട്ടാ. ഞാൻ തന്നെയല്ലേ അവനെ പെറ്റത്. അപ്പൊ എൻ്റെ ഭർത്താവ് ചോദിക്കുക, നീ ജോൽസിന്റെ അടുത്ത് പോയിട്ട് നീയാണല്ലോ ഇവിടുത്തെ പ്രശ്നക്കാരി. എൻ്റെ ഈശോയെ, നിങ്ങളിതെങ്ങനെയായിരുന്നു ഞാൻ ജോൽസിന്റെ അടുത്ത് പോയത്? നീ ജോൽസോണ് സംസാരിക്കുമ്പോ അപ്പുറത്തെ മുറിയിൽ ഞാനുണ്ടായിരുന്നു. പണ്ട് സ്ഥിരം എന്നെ ഫോളോ ചെയ്തിരുന്ന സംഭവവും സ്വഭാവവും ഇപ്പോഴും നിങ്ങൾ നിർത്തിയിട്ടില്ലല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോ മരുമോളെ ചേന എടുത്തിട്ട് പറയാം, ഇന്ന് ഇതുകൊണ്ട് തന്നെ കറി വെച്ച എല്ലാവരും ഒന്ന് ഞാൻ ചൊറിയിക്കും. പിന്നെ അവളുടെ ആഗ്രഹം നടത്തോട്ടെന്ന് കരുതി ഞാൻ ചിരവ് എടുത്തു വെച്ചു, ചിരണ്ടാന്ന് വെച്ചു തേങ്ങ. അപ്പം അപ്പുറത്ത് മോൻ്റെ ഒരു ഫോൺ, ഇന്ന് സുഖിയല്ലേ, ഇന്ന് ഒരു 5 ബിരിയാണി വീട്ടിലേക്ക് വേണോട്ടോ എന്ന്. മരുമോള് ചേന താഴെയിട്ടു, ഞാൻ ചിരവ താഴെയിട്ടു. അവൾ എന്നെ നോക്കി ചിരിച്ചു, ഞാൻ അവളെ നോക്കി ചിരിച്ചു. സോഫി ചേച്ചി പതിവ് പോലെ നല്ല രസമുള്ള പ്രകടനമായിരുന്നു. പിന്നെ ചിലപ്പോൾ ചില ആളുകൾക്ക് നമ്മൾ ഈ ഹാങ് ഓവർ എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, അല്ലെങ്കിൽ സസ്റ്റെയിൻ എന്ന് പറയുന്നത്, നമ്മുടെ ആദ്യത്തെ 1 മിനിറ്റിൽ 2 മിനിറ്റിൽ നമ്മൾ ചില കഥകൾ പറയാൻ വേണ്ടി നമ്മളൊരു സ്പീഡ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സ്പീഡിൽ നിന്നും ഇതിനെ മാറ്റാൻ നമ്മൾ മറന്നുപോകും. നമ്മൾ അതുപോലെ അതേ തരത്തിൽ മിണ്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് ആദ്യം തുടങ്ങിയ ഏതോ പതുക്കെ പറയേണ്ടുന്നതായ 2 കഥകൾ പറഞ്ഞു കഴിഞ്ഞ ശേഷം നിങ്ങൾ വഴക്കുണ്ടായപ്പോഴും കഞ്ഞി വെച്ച് തുപ്പിയപ്പോഴും പ്ലേറ്റ് വെച്ചടിച്ചപ്പോഴും എല്ലാം അതിന്റെ ടെമ്പോ മറ്റേ ലെവലിൽ തന്നെ നിൽക്കുക. മറ്റേ സോഫി ചേച്ചിക്ക് ഒരു എനർജിയൊക്കെ ഉണ്ട്, പറയുന്ന കഥയുടെ ഭാവങ്ങളൊക്കെ വരുമായിരുന്നു. ഇത് ഇത്തവണ എല്ലാം ഏതാണ്ട് ഒരേ മീറ്ററിലായി പോയി എന്ന് എനിക്ക് തോന്നി. അത് ചിലപ്പോൾ നമ്മൾ ബോധപൂർവം ശ്രദ്ധിച്ചാൽ മാറ്റാൻ പറ്റും. ആ രാവിലത്തെ ചായ കൂടി കാര്യങ്ങളെല്ലാം രസമായിരുന്നു. എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ ടെമ്പോ നമ്മളൊരു തുടക്കത്തിൽ എവിടെയോ ഒരു സ്പീഡ് പിടിച്ചിട്ട് പിന്നെ നമുക്ക് ആ സ്പീഡിൽ ഇതിനെ മാറ്റാൻ ഒരു പറ്റായ്മ വരും. ചിലയിടത്ത് നമ്മൾ പിടിച്ചാൽ അങ്ങനെയാ, നമ്മൾ ചില ആൾക്കാരോട് വർത്താനം പറയുമ്പോഴൊക്കെ അങ്ങനെയാ. നമുക്ക് ഒന്നുകിൽ അവനെ പിടിച്ച് നമ്മുടെ സ്പീഡിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ നമ്മൾ അവന്റെ സ്പീഡിൽ കൊണ്ടുപോകാം. അല്ലാതെ നമുക്ക് മിണ്ടാൻ പറ്റൂല എപ്പോഴും, അങ്ങനെയാണല്ലോ അത്. അപ്പൊ അത് നമുക്കൊന്ന് താണുപോയി എന്ന് എനിക്ക് ഇന്നത്തെ പ്രകടനത്തിൽ ആദ്യമായിട്ട് തോന്നി. ബാക്കിയെല്ലാം ഗംഭീരമായിരുന്നു. സോഫി ചേച്ചി വളരെ രസകരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. ഒരുപാട് എൻജോയ് ചെയ്തു. പാവയ്ക്ക ജ്യൂസ് ശരിക്കും കുടിക്കുന്നുണ്ടോ? എനിക്ക് ഈ പറഞ്ഞ രോഗങ്ങളൊന്നുമില്ല. അല്ല, ഞാൻ വിചാരിച്ചു അതിന്റെ ഒരു ആത്മാർത്ഥത കണ്ടപ്പോഴേ എപ്പോഴൊക്കെയോ മരുമകൾ അങ്ങനെ തന്ന പോലെ ഒരു പ്രതീതിയായിരുന്നു. അത് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് മാർക്സ് കുറച്ച് കഴിഞ്ഞിട്ട് അറിയാം. നല്ല പെർഫോമൻസ് ആയിരുന്നു, നല്ലൊരു കൈ. നെക്സ്റ്റ് ഓൺ സ്റ്റേജ് ഇസ് നിഷ അച്യുതൻ. നമസ്കാരം. ഞാനേ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആദ്യത്തെ ചെറിയ കുട്ടി ആ ചേക്കു നിഷ അച്യുതൻ. അപ്പം ഞാൻ ഇവിടെ കയറി വന്ന് നിൽക്കണേനുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ടെൻഷൻ അടിച്ച് ബേജാറായിട്ടാണ്. എന്നോട് ചോദിച്ചില്ല എന്താ ഒരു വ്യത്യാസം എന്ന്. തന്നെയാണ് സംഭവം, ടെൻഷൻ ബേജാറ്. ഇപ്പം കയറി വരുമ്പോണ്ടല്ലോ എന്നോട് ചോദിച്ചു എന്താ ചേച്ചിയുടെ പേര്? നിഷ. അതല്ല കേട്ടോ ടെൻഷൻ. അത് കഴിഞ്ഞിട്ടൊരു ചോദ്യമുണ്ട്, ചേച്ചി എവിടുന്നാ വരുന്നത്? ചെർപ്പളശ്ശേരിക്കാർക്ക് കോഴിക്കോട് ഉണ്ടായിട്ട് മലപ്പുറത്ത് തേഞ്ഞിപ്പലം വളർന്നതാണ് ഞാൻ. അതിട്ട് പഠിക്കാനായിട്ട് തൃശ്ശൂർ കൊണ്ടുവിട്ടു. അത് കഴിഞ്ഞിട്ട് കല്യാണം ജോലിയൊക്കെ ആയിട്ട് 10-25 കൊല്ലം ബാംഗ്ലൂരിൽ ജീവിച്ചേ. ഇപ്പം 2 കൊല്ലമായിട്ട് കൊച്ചി തിരുവനന്തപുരമൊക്കെ ആയിട്ട് ജോലിയായിട്ട് നടക്കണം. ഇതിൽ ഞാൻ ഏത് സ്ഥലമാണ് പറയുക? എനിക്ക് ഒരു സ്ഥലമെങ്കിലും വിട്ടുകൊടുക്കാൻ പറ്റുമോ? അപ്പോൾ അവർക്ക് വിഷമമായാലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എല്ലാ സ്ഥലവും പറയണം എന്നുള്ളതാണ് എൻ്റെ ടെൻഷൻ. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പേര് പുറത്ത് പറയാതിരിക്കും കേട്ടോ എന്ന് പറയുന്ന ഒരു അവസ്ഥയാവും അത് കഴിയുമ്പോൾ എന്ന് അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും അങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ ഈ ടെൻഷനെ പറ്റി പറയാൻ വേണ്ടി ഇവിടെ വന്ന് നിൽക്കുമ്പോണ്ടല്ലോ, നേരെ മുമ്പിൽ നോക്കുമ്പോൾ സുന്ദരനും സുമുഖനും സർവോപരി കലാകാരനുമായ രമേശ് പിഷാരടി ഒക്കെ കാണുമ്പോൾ എനിക്ക് എന്നെപ്പോലെ ഒരാൾക്ക് സ്വാഭാവികമായിരുന്നൊരു ചോദ്യമുണ്ട്, സർ ഞാനൊരു സെൽഫി എടുത്തോട്ടെ എന്ന്. ഇനിയിപ്പോൾ അദ്ദേഹം യെസ് എടുത്തോളൂ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ടെൻഷനായി. ദൈവമേ, ഇദ്ദേഹത്തിന് എന്നെയും കൂടി ഏത് ആംഗിളിൽ പിടിച്ചാലാണ് ഇപ്പോൾ ഒരു ഒന്നിൽ കിട്ടുകയെന്ന് എനിക്ക് അറിഞ്ഞൂടാ.
ടെൻഷനാണ്. എന്നാ അത് പറഞ്ഞ് ഇങ്ങോട്ട് നോക്കുമ്പോഴാ രചന നാരായണൻകുട്ടി, ഈശ്വര ഈ കുട്ടി ചിരിക്കുന്നത് എന്തൊരു ഭംഗിയാന്ന്. ഇതാണ് അടുത്ത പ്രശ്നം. ഭംഗിയുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ പറയാൻ വന്നതൊക്കെ മറക്കും. എനിക്കറിയത്, അതാണ് എൻ്റെ ടെൻഷൻ. ഇത് ഞാൻ പറയാ, അത് താത്തൊട്ട് മോശമല്ല, ഒന്നങ്ങട് കണ്ണു പാളിയാ. താത്ത എന്താ ഗ്ലാമർ ശ്രദ്ധിച്ചിട്ട് ഈ പ്രായത്തിൽ എന്താ അടിപൊളിയല്ലേ. എനിക്ക് ഈ ടെൻഷൻ്റെ കാര്യം പറയുമ്പോണ്ടല്ലോ, ടെൻഷൻ പലർക്കും പലവിധാണെങ്കിലും ആളുകൾ ഈ ടെൻഷനോട് പ്രതികരിക്കുന്ന രീതിയും പലവിധമാണ്. ഞാൻ നോക്കിയിട്ട് ഈ നാട്ടിലുള്ള എല്ലാവിധ ടെൻഷനെയും നമുക്ക് 2 പാത്രത്തിലാണ് മാറ്റിയിടാം. ഓക്കെ, ദൈവമേ തിങ്കളാഴ്ച എനിക്ക് പരീക്ഷ ഉണ്ടല്ലോ, അതാണോ നിങ്ങളുടെ ടെൻഷൻ? പേടിക്കണ്ട, ആ ടെൻഷൻ എടുത്ത് ഈ പാത്രത്തിലേക്ക് ഇട്ടോളൂ. പ്രതിവിധി ഉണ്ടല്ലോ, പഠിച്ചു തുടങ്ങിയാൽ പോരെ ഭൈ, വേറൊന്നും വേണ്ടല്ലോ. അതല്ല, എന്താ എൻ്റെ കുട്ടിയെ ചെയ്യുക? എൻ്റെ അമ്മായിമ്മയ്ക്ക് എന്നെ കണ്ണെടുത്ത കണ്ടൂടാട്ടാ. ആ പ്രശ്നമാണെങ്കിൽ അത് ഈ ബക്കറ്റിൽ കിട്ടുള്ളൂ. ഈ ജമ്മ ശരിയാവാനുള്ള സാധ്യതയില്ല. വേറൊരു ജാതി ടെൻഷൻ ഉണ്ട്. എന്താ ഇങ്ങനെ ഏത് നേരം മൊബൈലിൽ തോണ്ടുന്ന മക്കളാണോ നിങ്ങളുടെ ടെൻഷൻ? അതും മിക്കവാറും ശരിക്കും ഇവിടെ പോകേണ്ടത്, പക്ഷെ അതും ഇതിലിടേണ്ടി വരും. കടുത്ത് കഴിഞ്ഞാൽ ചികിത്സ ഇല്ലെങ്കിൽ പ്രതിവിധി ഇല്ലാത്ത സാധനമാണ് ഈ അഡിക്ഷൻ. ഓക്കെ, ഈ 2 ബക്കറ്റിൽ ഈ ബക്കറ്റിലുള്ള സാധനം ഉണ്ടല്ലോ, നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്ത് ചെയ്തിട്ടും ഇതിന് വ്യത്യാസം ഉണ്ടാവില്ല. പിന്നെ അതിൻ്റെ മുകളിൽ എന്തിനാ നിങ്ങൾക്ക് ടെൻഷൻ? ഈ ടെൻഷന് അതിൻ്റെ ആവശ്യമില്ല, അതാണ് വിടുക. ഇതൊക്കെയാണെങ്കിലും ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഞാൻ അല്ലെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കുന്ന എല്ലാവരും പറയുന്നു. പക്ഷെ ഞാനൊന്ന് വലിയ ഇതായി കുറച്ച് പ്രായവും പക്വതയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ വലിയ കാര്യങ്ങൾക്കും ടെൻഷൻ അടിക്കും. ഈ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഉണ്ടല്ലോ, ഈ എന്താ പറയുക, നമ്മുടെ ഹീറോ പെണ്ണിൻ്റെ മൂഡ് പൊട്ടിയെന്ന് വെച്ചാൽ ഈശ്വര ഇത് അച്ഛനും അമ്മയും അറിഞ്ഞാൽ ചീത്തറിയോ എന്നുള്ളതാണ് ടെൻഷൻ. ഇപ്പം നമ്മുടെ ഹീറോ ഹോണ്ട വണ്ടി ഒരിടത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ പശുവിൻ്റെ വണ്ടിയുടെ മൂഡ് കടിച്ചു പറിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ നമുക്കുണ്ട്. അതുപോലെ ഞാനൊക്കെ കുട്ടിയാകുമ്പോൾ മുടി സ്കൂളിൽ പോകുമ്പോൾ 2 പകുത്ത് ഇങ്ങനെ, അപ്പം അതിനിടണ ആ വര കറക്റ്റ് വരയല്ലേ എന്നുള്ളതൊക്കെ ആയിരുന്നു ടെൻഷൻ. ഇപ്പോഴാ ഈ പ്രായമൊക്കെ ആയപ്പോൾ ഈശ്വര നരച്ചതാണെങ്കിലും 4 പൂട തടയിലുണ്ടാവണേ എന്നാണ് ടെൻഷൻ. അതുമാതിരി കുട്ടിയാകുമ്പോൾ വേറൊരു സാധനമാണ് പണക്കൊടുക്കുക. പണക്കൊടുക്കയിൽ കാശിട്ട് വെച്ചിട്ട് ആരെങ്കിലും വന്നിട്ട് ഈ പണക്കൊടുക്ക തല്ലി പൊട്ടിച്ചിട്ട് എനിക്ക് ചേഞ്ചിന് വേണ്ടി എടുത്തോണ്ടോണ ഒരു പണിയുണ്ട്. അതൊരു ടെൻഷനായിരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ ഈ 500ൻ്റെ നോട്ടും കൊണ്ട് പോയാൽ ആ ചേട്ടൻ എനിക്ക് ചേഞ്ച് തരുമോ ഭഗവാനെ എന്നുള്ളതാണ് വലുതായപ്പോൾ ടെൻഷൻ. അപ്പോൾ ഈ പൊതുവെ ടെൻഷൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പരീക്ഷനെ മറന്നു പോരുത്. പരീക്ഷ എന്നുള്ള കാര്യം പറയുമ്പോൾ മഹാഭൂരിപക്ഷം പേർക്കുണ്ടല്ലോ വല്ലാത്ത ടെൻഷനാണ്. 2 കൂട്ടർക്കാണ് അപ്പം തീരെ ടെൻഷൻ ഇല്ലാത്ത കേട്ടോ. 1 എല്ലാം പഠിച്ചവർക്കും, 2 ഒന്നും പഠിക്കാത്തവരും. കാരണം അവർക്ക് എൻഡ് റിസൾട്ട് ഏതാണ്ട് അറിയാം. അതേമാതിരി ഒരു സാധനമാണ് കല്യാണം. കല്യാണം കഴിക്കാത്തവനെ കഴിച്ചില്ലല്ലോ എന്നൊരു ടെൻഷനാ. കല്യാണം കഴിച്ചവർക്കോ കഴിച്ചലോ എന്നുള്ളൊരു ടെൻഷനാ. പുറത്ത് പറയണില്ല എന്നേ ഉള്ളൂ, അതൊക്കെ തന്നെയാണ് കേസ്. ഇങ്ങനെ ഇമാതിരിയുള്ള ടെൻഷനുകൾ ഉണ്ടെങ്കിലും വേറെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ടെൻഷൻ വരുന്ന സന്ദർഭം എപ്പോഴറിയോ? ഈ വികട സരസ്വതി അനുഗ്രഹിച്ചിട്ടുള്ള കുഞ്ഞു കുട്ടികളുടെ കൂടെ നമ്മൾ എവിടെയെങ്കിലും പുറത്തേക്ക് പോയാൽ ചില സന്ദർഭങ്ങളുണ്ട്. അയ്യോ അതുണ്ടാക്കണ ടെൻഷനോളം എനിക്ക് വേറെ ടെൻഷനൊന്നുമില്ല. ഇപ്പോൾ മോനെയും കൊണ്ട് ഞങ്ങൾ ആദ്യമായിട്ടൊരു വിമാനയാത്രയ്ക്കാണ് പോയി. അപ്പം ഇങ്ങനെ പോകുമ്പോൾ ഈ കുട്ടി കുറേ ചുമന്ന വിമാനങ്ങൾ ഇങ്ങനെ കണ്ടപ്പോൾ പറഞ്ഞു, അച്ഛാ നമുക്കും ചുവന്ന വിമാനത്തിൽ കയറാം. അച്ഛൻ പറഞ്ഞു, അയ്യോ മോനെ അത് പറ്റില്ല, നമ്മൾ നീല വിമാനത്തിലാണ് കയറണേ എന്ന് പറഞ്ഞ് അതിക്ക് കൊണ്ട് കയറ്റി. ഇറങ്ങിക്കഴിഞ്ഞ് അന്ന് ആ വിമാനം അവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് എന്തോ കുറേ സമയം എടുത്തു അത് അതിൻ്റെ സ്ഥാനത്തേക്ക് പോവാൻ. അപ്പം വീണ്ടും ഇതാ കിടക്കണു അടുക്കിയിട്ട് ചുമന്ന വിമാനങ്ങൾ പുറത്ത്. കുട്ടി അവിടെ നിന്നിട്ട് ഒരു വർത്താനാണ്. ഞാൻ അച്ഛനോട് അപ്പോഴും പറഞ്ഞ നമുക്ക് ചുമന്ന വിമാനത്തിൽ കയറാമെന്ന്. ഈ നീല വിമാനത്തിൽ കയറിയിട്ട് ഈ മാമൻ ഇത് എവിടെ നിർത്തണ്ടെന്ന് അറിയാഞ്ഞിട്ട് കൊണ്ടു നടക്കണം. ഞാൻ വേഗം സീറ്റിലായിട്ടിരുന്നു, എൻ്റെ അല്ല കുട്ടി എന്നുള്ള ഭാവേന. അതുപോലെ ആരെങ്കിലും പാരന്റ് ടീച്ചേഴ്സിന് മീറ്റിങ്ങിന് പോയവരുണ്ട് ഇവിടെ. നമ്മൾ കുട്ടികളെ വളർത്തിയതിൻ്റെ ഗുണം എങ്ങനെയുണ്ട് എന്നുള്ളതിൻ്റെ പരീക്ഷ കഴിഞ്ഞ് അതിൻ്റെ മാർക്ക് വാങ്ങാൻ പോണ മാതിരിയാണ് അച്ഛനും അമ്മയും ഇതിന് പോവുക. അങ്ങനെ അവിടെ ഇതുപോലെ ഇവൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മളവിടെ പോയിരുന്നു. ടീച്ചർ വലിയ കുഴപ്പമില്ല, കാര്യങ്ങൾ തെറ്റില്ല, പഠിക്കണില്ല എന്നൊക്കെ പറയുമ്പോൾ ഓരോന്ന് കേൾക്കുമ്പോഴും നമ്മളിങ്ങനെ ബലൂണിൽ കാറ്റ് നടക്കണത് നമ്മളിങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനെ പോവാണ്. അത് കഴിഞ്ഞൊക്കെ കുഴപ്പമില്ല, ഒപ്പിട്ടോളൂ. നമ്മൾ ഒപ്പിട്ടു, തിരിഞ്ഞ് നടക്കാൻ കാലും ഇങ്ങോട്ട് വെച്ച വഴിക്ക് ഒരൊറ്റ വിളിയാ. പിന്നെ മാഡം ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് വേറൊരു കുട്ടിയുടെ അമ്മ മകനെ പറ്റി പരാതി പറഞ്ഞ് സ്കൂളിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ദൈവമേ, ഈ ഭൂമി അങ്ങോട്ട് പിളർന്ന് ഞാൻ എന്താ ഇവിടെ തന്നെ താഴേക്ക് പോകാത്തതെന്ന് എനിക്ക് ടെൻഷനായി പോയി. ഞാനവിടെ ഇരുന്നു.
പറഞ്ഞു അല്ല മാഡം ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ മകനോടും ചോദിച്ചു, ആ കുട്ടിയുടെ അമ്മയോടും ചോദിച്ചു. അതായത് അവരുടെ മകൻ അവരുടെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു അത്രേ, ഇന്ന് മിസ് ചോദിച്ചു വലുതാവുമ്പോൾ എന്താ ചെയ്യാന്ന്. ഞാനും എൻ്റെ സുഹൃത്തും കൂടി വലുതാവുമ്പോൾ അഡൽട്ട് പടം ഉണ്ടാക്കാനാ പോണേന്ന് പറഞ്ഞു അത്രേ. പകർന്ന് തരിപ്പണയില്. അപ്പൊ പറഞ്ഞു, ഞാൻ ചോദിച്ചു അങ്ങനെ പറഞ്ഞു. അപ്പൊ വിഷമിക്കണ്ട, ഞാൻ നിങ്ങളുടെ മകനോടും ചോദിച്ചു. ആ അമ്മയുടെ ടെൻഷനൊന്നും ആലോചിക്കണം കേട്ടോ. ടീച്ചറോട് ചോദിച്ചു. ടീച്ചറോട് മോനോട് ചോദിച്ചപ്പോൾ അവൻ വളരെ വ്യക്തമായിട്ട് കാര്യം പറഞ്ഞു. അതായത് ടീച്ചറെ, ഞങ്ങൾ കുട്ടികളാവുമ്പോൾ കുട്ടികൾക്ക് സിനിമ ഉണ്ടാക്കാൻ പറ്റില്ലോ, ഞങ്ങൾ വലുതാവുമ്പോൾ വലിയവർക്ക് കാണാനുള്ള സിനിമ ഉണ്ടാക്കും, അതാണ് അഡൾട്ട് മൂവി എന്ന് പറഞ്ഞു. ആ ശരി. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. തലേന്നേ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകും അച്ഛ എന്ന് ചോദിച്ച മകനോട് അവിടെ ഇരുത്തി അരമണിക്കൂർ ക്ലാസ് എടുത്തിട്ട് സെൻസർ ബോർഡ് PGUA എന്ന് മറ്റത് എന്തൊക്കെയോ പാടെ പറഞ്ഞ് ക്ലാസ് എടുത്ത് എൻ്റെ സ്വന്തം ഭർത്താവാണ് ഈ കഥയുടെ സൂത്രധാരനും പ്രധാന വില്ലനും എന്ന് എനിക്ക് അപ്പം മനസ്സിലായി. ഞാൻ വിചാരിച്ചു ഈ സാധനം പടം കൊണ്ട് അവസാനിക്കുന്നു വിചാരിച്ച് ഇങ്ങനെ വിട്ടിരിക്കുക. ഒരു ദിവസം പിന്നെയും ഭാര്യയും ഭർത്താവ് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്നേഹം വരും പോവും ഇങ്ങനെയുള്ളൂ. എന്നെ കാറിൽ ഇങ്ങനെ പോകുമ്പോൾ കുട്ടിക്കൊരു തോന്നല് സ്നേഹത്തിൽ കുറഞ്ഞിട്ടുണ്ടോന്ന്. ഈവൻ ഇപ്പോൾ ഈ രമേശ് പിഷാരിയും രജനിയും കൂടി ഇരിക്കണ പോലെ ഈ കാറിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ വിട്ടിട്ട് കുട്ടി ഒരൊറ്റ ചോദ്യം, അച്ഛാ അച്ഛനും അമ്മയും കൊണ്ടൊരു ഏപ്പടത്തിന് പൊക്കൂടെ എന്ന്. ഇവന്റെ സങ്കല്പത്തിന് സന്തോഷം വരാൻ സിനിമ മാത്രമേ ഉപാധിയുള്ളൂ കുട്ടികളെ. വണ്ടി ഓടിക്കണത് എന്ത് വന്നാലും ടെൻഷൻ അടിക്കാത്ത എൻ്റെ കെട്ടിയോനായതുകൊണ്ട് അത് എവിടെയും കൊണ്ട് ഇടിച്ചു ചാർത്തി നിർത്തിയില്ല. ഞാനായിരുന്നെങ്കിൽ അത് എവിടെ പോയി എന്ന് ചോദിച്ചാൽ മതി. ഞാൻ പണ്ടും അങ്ങനെ, എനിക്കിപ്പോൾ ഉണ്ടല്ലോ ചെറിയ കാര്യം വന്ന ആരെങ്കിലും പറഞ്ഞാണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനാവും. എന്നോട് വന്ന ഒരാൾ പറയാണ് ദേ ആകാശം ഇടിഞ്ഞു വീണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ടെൻഷനായി. എൻ്റെ ദൈവമേ, ഇത് ഭൂമധ്യരേഖയിൽ നിന്ന് പൊട്ടുവോ അന്റാർട്ടിക്കയിൽ നിന്ന് പൊട്ടുവോ, ഈ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിൽ പോകാനുള്ള സാവകാശം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഈ ബിന്ദു പണിക്കർ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് ഓടി കിടക്കണം, എന്താ വേണ്ടത് ഏതാ വേണ്ടത്. ഇതേ കാര്യം എൻ്റെ ഭർത്താവിനോട് പോയി പറയണേ, മാഷെ ആകാശം ഇടിഞ്ഞു വീഴുത്രേ എന്ന് പറഞ്ഞാൽ കക്ഷി പറയും വെരി ഗുഡ്, ഇത് എവിടുന്ന പൊട്ടുന്ന നോക്കാം, വേണമെങ്കിൽ വല്ല തട്ടോ മുട്ടോ കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് മുള വാങ്ങാന്ന്, അല്ലെങ്കിൽ ചിലപ്പോൾ താർപ്പായി വിരിച്ചാൽ മതിയാവുന്ന, അത് പൊട്ടുമ്പോൾ ടെൻഷൻ അടിച്ചാൽ പോരെ, താൻ എന്തിനാ ഇപ്പൊ തന്നെ ടെൻഷൻ അടിക്കുന്നേ. ഇങ്ങനെ മിണ്ടിയ ടെൻഷൻ അടിക്കണം. ഞാനും എന്തിനും ടെൻഷൻ അടിക്കാതെ മൂപ്പരെ ഏതുകൊണ്ടാവുന്നുണ്ട് തട്ടിമുട്ടി ഇങ്ങനെ പോണത്. ഇതിപ്പോൾ ഈ കുട്ടികളുടെ കാര്യം പറഞ്ഞാൽ ടെൻഷൻ ഉണ്ടാക്കണ കാര്യം ഉണ്ടല്ലോ, ഇതിപ്പോൾ അവനൻ്റെ കുട്ടികൾ തന്നെ വേണമെന്നൊന്നുമില്ല. ഒരു ദിവസം ഫ്രണ്ട് വീട്ടിൽ വന്നു വണ്ടിയൊക്കെ ഓടിച്ച് മോനെയും കൊണ്ട്, പിള്ളേർ അവിടെ കളി, അതിൻ്റെ ഇടയിൽ അവളുടെ മോനെ ഓടിപ്പാഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചേ, അമ്മേ പെണ്ണുങ്ങൾ വണ്ടി ഓടിക്കുമോ? ഇവളുടെ ആത്മാഭിമാനം അങ്ങോട്ട് മുറിവേറ്റു. വണ്ടി ഓടിച്ച് ചെക്കനെയും കൊണ്ട് വന്നത്. പിന്നെ എന്താടാ നീ അങ്ങനെ ചോദിക്കണേ, പെണ്ണുങ്ങളെല്ലാം വണ്ടികളും ഓടിക്കൂലോ, നീ കണ്ടില്ലേ അമ്മ വണ്ടി ഓടിക്കണ കണ്ടില്ലേ? ആഹാ, അമ്മ പെണ്ണാണോ? അവശേഷിക്കുന്ന ആത്മാഭിമാനം കൂടെ അവരവിടെ തകർന്നു പോരെ. അതുമാതിരി ഈ കല്യാണത്തിന് പോകുമ്പോൾ ധാരാളം ഇതുപോലത്തെ വീട സരസ്വതികൾ അനുഗ്രഹിച്ച മക്കളുള്ള അവിടെ സ്ഥലം. ഞാനൊരു കല്യാണത്തിന് അണിഞ്ഞൊരുങ്ങി അത്യാവശ്യം കുറച്ച് മുല്ലപ്പൂവൊക്കെ കിട്ടി ഇതൊക്കെ സംഘടിപ്പിച്ച് സുന്ദരിയാണെന്ന് സ്വയം അങ്ങോട്ട് തീരുമാനിച്ച് ഒരു ആത്മധൈര്യമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ നമ്മളൊരു ലിഫ്റ്റിൽ കയറിയിട്ട് വേണം അതിൻ്റെ സ്ഥലത്തേക്ക് പോകാൻ. അങ്ങനെ ലിഫ്റ്റിൽ നമ്മളെല്ലാവരും കൂടി കയറിയപ്പോൾ പിന്നിൽ ഏതോ ഒരു കശ്മലൻ എൻ്റെ അനിയൻ്റെ കുട്ടിയുടെ കാലിമല ചോട്ടി, ചെറുതാ, അവൾ എടുത്ത വഴിക്ക് അവിടുന്ന് ഹൗ ഈ തടിച്ച വല്യമ്മ അങ്ങോട്ട് കയറിയപ്പോൾ എനിക്ക് ഈ ലിഫ്റ്റിൽ നിൽക്കാൻ സ്ഥലമില്ല. പോയോ അത്രയും നേരം ഈ ലിഫ്റ്റില് നമ്പർ പാഡ് മാത്രം കുത്തി കളിച്ചുകൊണ്ടിരുന്ന ലിഫ്റ്റ് ഓപ്പറേറ്റർ വരെ ഏതാണ് തടിച്ച വല്യമ്മ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി, അത് ഞാനാണ് എന്ന നിലയ്ക്ക് നമ്മളും എന്താ ചെയ്യാ. ഒരു നിമിഷാർദ്ധം കൊണ്ടാണ് അവളുടെ ഗ്ലാമറസ് ആൻറ്റി ആയിട്ട് വന്ന ഞാൻ വെറും ഒരു തടിച്ച വല്യമ്മയായിട്ട് അവശേഷിച്ചത്. ഇപ്പോൾ ഓരോ ആശ്വാസം എന്താണെന്ന് അറിയോ, ഈ കുട്ടികളൊക്കെ ഇങ്ങനെ വലുതായി വരികയാണ്. ഇവർക്കൊക്കെ കുറച്ചും കൂടി ബുദ്ധിയും ബോധവും സഹാനുഭൂതിയൊക്കെ ഉണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അല്ല അപ്പം അടുത്ത പ്രശ്നം, ഇതൊക്കെ വലുതായി കഴിഞ്ഞാൽ ഇവർക്ക് കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ അവരും തന്നെയല്ലേ പണിയുക. അതിനെപ്പറ്റി ഇപ്പം എന്തായാലും ഞാൻ ടെൻഷൻ അടിക്കുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷമായിട്ട് ടെൻഷൻ ഇല്ലാതെ ആച്ചേക്കു സൈനിങ് ഓഫ്. നല്ലൊരു കൈഡി കൊടുക്കാം. ചേച്ചിയുടെ ഒരു ഓൺ സ്റ്റൈലിലുള്ള ഒരു പെർഫോമൻസ് രസകരമായിരുന്നു. രമേശ് ചേട്ടാ, നല്ല വിഷയങ്ങളാണ് എടുത്തുകൊണ്ട് വന്നതെല്ലാം. പിന്നെ ഈ ടെൻഷനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടാണെന്ന് അറിയില്ല, വെറുതെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ. എന്നിട്ട് ടെൻഷൻ ഉണ്ടായിരിക്കുകയും ടെൻഷൻ ഇല്ലാത്തതുപോലെ അഭിനയിക്കുകയും കൂടെ ചെയ്യുമ്പോൾ അത് അഭിനയിക്കുന്നത് ശരിയാവുന്നുണ്ടെന്നുള്ള ഒരു ടെൻഷൻ അതിന്റെ കൂട്ടത്തിലും കൂടെ വന്നിട്ട് ആകെപ്പാടെ
ഒരു പരിഭ്രമം ഉണ്ടായിരുന്നു അവതരണത്തിൽ. സാധാരണ നിങ്ങൾക്ക് അതില്ല. ഈ പിള്ളേര് പറയുന്നതും പിള്ളേര് അഡൽട്ട് പടം പിടിക്കണമെന്നൊക്കെ പറഞ്ഞതുപോലെ ഇവര് ഇത് പിടിക്കുന്നതേ വേറെ രീതിയിലാണ്, മനസ്സിലാക്കുന്നതേ വേറെ രീതിയിലാണ്. ഞാനും മക്കളും ഭാര്യയൊക്കെ കൂടെ ഒരു ഹോട്ടലിൽ കഴിക്കാൻ പോയി. എൻ്റെ ഈ ഇളവൻ ഓട്ടക്കാരനാണ്, നിൽക്കൂല. എപ്പോഴും നമ്മളെക്കാൾ ഒരു 100 മീറ്റർ ചുറ്റളവിൽ ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കുള്ളൂ, നടുക്കത്തവൻ. അപ്പോൾ മൂന്നാമതുണ്ടായി മറന്നുപോയി, അതാ ഇളവൻ എന്ന് പറഞ്ഞു. അപ്പോൾ നടുക്കത്തവൻ. അപ്പോൾ ഞാൻ കൈ കഴുകുന്നു, ഭാര്യ കൈ കഴുകുന്നു, ഇവൻ ഫ്രണ്ടിലോട്ട് നടന്നു. അപ്പോൾ ഒരു AC ഫാമിലി റൂമുണ്ട്. ഞാൻ അങ്ങോട്ട് കയറാറായപ്പോൾ ഇവൻ അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കുക, കയറിയിട്ടില്ല ഇതിനകത്ത്. അപ്പം ഞങ്ങൾ ചെന്ന് അകത്തോട്ട് ഇങ്ങനെ കയറാൻ അച്ഛാ കയറിക്കോ, ഞാനിവിടെ ഇരിക്കാം. ഞാൻ വെച്ചാൽ എന്താ, എനിക്ക് ഫാമിലി ഇല്ലല്ലോ, എനിക്ക് ഭാര്യയും മക്കളൊന്നും ഇല്ലല്ലോ, അച്ഛനല്ലേ ഉള്ളൂ. അച്ഛൻ കയറി എവിടെ ഇരുന്നു, ഞാൻ പുറത്തിരുന്നോളാന്ന് പറഞ്ഞു. വരും ചെറിയ 8 വയസ്സേ ഉള്ളൂ ഇവനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അങ്ങനെ അനുഭവമുണ്ടായിട്ട്. മാത്രമല്ല ഈ വിഷയം ടെൻഷൻ എന്ന് പറയുന്ന വിഷയം വളരെ രസകരമായിട്ടുള്ള ഒരു വിഷയമാണ്. ടെൻഷൻ ഒരു 90% ടെൻഷൻ അടിച്ചുകൊണ്ട് ഒരു വിശേഷവുമില്ല. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്തും വരാനിരിക്കുന്ന കാര്യങ്ങളെ ഓർത്തും അല്ലാതെ. ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ടിൽ നിന്നൊരു പട്ടി നിങ്ങളെ കടിക്കാൻ വേണ്ടി കുരയ്ക്കുമ്പോൾ ഇച്ചിരി ടെൻഷൻ അടിക്കുന്നതിനൊരു മര്യാദ ഉണ്ട്. അത് ആ മൊമെന്റില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലാത്ത ഒരു 80-85% ടെൻഷൻ കൊണ്ട് സത്യത്തിൽ ഒരു പ്രയോജനവുമില്ല. ഇത് അങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായേനെ, ഇങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായേനെ, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യായിരുന്നു, എനിക്കൊരു വിറ്റ് പറഞ്ഞു തരാം, ഞാനൊരു സാധനം ചെയ്യും, എനിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുമെന്നും പറഞ്ഞിട്ട് ഒരു 10-20 അഭിപ്രായം കൂടി ഇതിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ പെട്ടുപോകും, മൊത്തം കൺഫ്യൂഷൻ ആവും. അപ്പം ഇത് അങ്ങനത്തെ ഒരു പീരീഡിലൂടെയാണ് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. ആരും ടെൻഷൻ അടിക്കേണ്ട, സന്തോഷമായിട്ടിരിക്കുക, ഗംഭീരമായിട്ട് ചെയ്യുക, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പരമാവധി നല്ല കാര്യങ്ങൾ ഇവിടെ വന്ന് അവതരിപ്പിക്കാൻ നോക്കുക കേട്ടോ. നിശ്ചയിച്ചി, ഞാൻ വളരെയധികം ആസ്വദിച്ചു കേട്ടോ. ഒരുപാട് ടെൻഷൻ മുഹൂർത്തങ്ങളിലേക്ക് കടന്നുപോയി. എനിക്കുണ്ടായ ടെൻഷൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, എവിടെ ജനിച്ചു എന്ന് പറഞ്ഞേ, ചെറുപ്പശ്ശേരി ജനിച്ച് കോഴിക്കോട് അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ. അങ്ങനെ അതൊരു ടെൻഷനാണ് ശരിക്കും, എവിടെയാ നമ്മൾ സ്റ്റിക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. എനിക്ക് അതുപോലെ ആ ഒരു ടെൻഷനല്ല, പലപ്പോഴും ഉണ്ടായിരുന്ന ഒരു ടെൻഷൻ. ഇപ്പൊ അതില്ല. ഈ അഭിനയിക്കാൻ തുടങ്ങിയ ആ സമയത്ത് നമ്മുടെ ഇന്റർവ്യൂസിൽ ചോദിക്കൂലോ എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞുല്ലോ മറിമായത്തിലൂടെയാണ് വന്നത്. പക്ഷെ അതിനു മുമ്പ് ഞാൻ അഭിനയിച്ച ഒരു സിനിമയുണ്ട്, തീർത്ഥാടനം എന്ന് പറഞ്ഞ. അപ്പൊ അത് പറയണോ ആദ്യം എന്നുള്ള ടെൻഷൻ, ആർക്ക് ക്രെഡിറ്റ് കൊടുക്കണം എന്നുള്ള ടെൻഷൻ, പിന്നെ ജയരാജേട്ടന് ക്രെഡിറ്റ് കൊടുക്കണ്ടേ. പക്ഷെ പിന്നെ നോക്കുമ്പോ ഞാനൊരു സോളിഡ് ആയിട്ട് സിനിമ ത്രൂ ഔട്ട് ചെയ്തു എന്ന് പറയുന്ന ആമേനാണ്. അപ്പൊ ആമേനാണ് ആദ്യം ചെയ്തത്. ലക്കി സ്റ്റാർ ആണ് ആദ്യം റിലീസായത്. ആമേനാ ചെയ്തത്. അതിനു മുമ്പ് ഞാൻ സിദ്ധാർത്ഥ് ശിവയുടെ ഒരു പടത്തില് ഒരു ചെറിയ റോള് 101 ചോദ്യങ്ങൾ അതില് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതാദ്യം ഞാൻ പറയും എന്നുള്ള ഒരു ടെൻഷൻ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. ഇതിനെ പറ്റി ഒരു പാട്ടുണ്ട്, നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു. ആ പാട്ട് മുഴുവൻ ഇത് തന്നെയാ. എവിടെ തൊട്ട് തുടങ്ങുന്നറിയ, ഇത് ആരോടെ ഇപ്പൊ ഞാൻ പരിപാടി നിർത്തി. ഇതിനിടെ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ കുറെ നേരമായിട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നം, ഇവിടെ നമ്മുടെ രചന ഇതൊക്കെ ഇട്ടുകൊണ്ട് വന്നിരുന്നിട്ട് വിറ്റ് കേൾക്കുമ്പോ കൈയടിക്കും. ഏതോ വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളുന്ന ശബ്ദമാണ്. ഒന്ന് കൈയടിക്കും രചന. അപ്പൊ ഇത് രണ്ടുപേരും ഒന്നിനൊന്ന് അടിപൊളിയായിട്ടാണ് പെർഫോം ചെയ്തത്. പക്ഷെ എന്നാലും മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഇവരിൽ ആരാണ് ബെസ്റ്റ് പെർഫോമർ എന്നറിയണം, ഇവിടെ മാർക്സ് അറിയണം. ഓവർ ടു ദി ജഡ്ജസ്. രചന. യെസ്, സോഫി ചേച്ചിക്ക് എന്റെ മാർക്ക് 50-ല് 45. 45 out of 50. രമേശേട്ടാ 50-ല് 45. വീണ്ടും 50-ല് 45. That makes 90 out of 100. Super. ഇനി നിഷാചുതൻ. നിശ്ചയിച്ചിക്ക് എന്റെ മാർക്ക് 50-ല് 45. Yes, വീണ്ടും 45 from Rajana and രമേശേട്ടാ. നമ്മളെല്ലാ എപ്പിസോഡിലും പലതവണ ആവർത്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഓരോ എപ്പിസോഡിലെയും ബെസ്റ്റ് പെർഫോമറെ കണ്ടെത്തുന്നതിനകത്ത് നമുക്കൊരു 1ാം സ്ഥാനവും 2ാം സ്ഥാനവും അല്ല, ബെസ്റ്റ് പെർഫോമൻസ് എന്നുള്ളൊരു കണക്കിനാണ് നമ്മൾ നോക്കാറ്. പക്ഷെ വളരെ ചുരുങ്ങിയ സാഹചര്യങ്ങളിലാണ് മാത്രമാണ് നമ്മൾ ഇവിടെ രണ്ടുപേരും ഒരുപോലെ ആകുന്നത്. നിഷ അച്യുതന് ഞാനും ഇട്ടിരിക്കുന്നത് 45 മാർക്കാണ്. ആണ്, രണ്ടുപേർക്കും ഈക്വൽ പോയിന്റ് ആണ്. പക്ഷെ രണ്ടുപേർക്കും 1ാം സ്ഥാനം എന്ന് വെച്ചാൽ വലിയ സമ്മാനമാണോ, രണ്ടുപേർക്കും ചെറിയ സമ്മാനമാണോ എന്ന് മാത്രം ഇനി ഡേന പറഞ്ഞാൽ മതി.
എനിക്ക് തോന്നുന്നു നമ്മളെ വലിയ പൊടിയും ചെറിയ പൊടിയും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഇവർക്ക് അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണോ? അതെന്ത് വിധിയടിയാണ്. എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് രണ്ടുപേർക്കും നമുക്ക് ചെറിയ പൊതികൾ കൊടുക്കും. ഫൺസ് അപ്പോൺ എ ടൈം സീസൺ 4 മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നത് പറക്കാട് ജുവൽസ് നൽകുന്ന പ്രൈസ്. അതെ, രചന തമാശയ്ക്ക് വേണ്ടി രണ്ടുപേർക്കും ചെറുത് കൊടുക്കുന്ന പറഞ്ഞപ്പോ രണ്ടുപേരുടെയും മുഖം പാടിയത് താത്ത കണ്ടു. താത്ത എന്നോട് പറഞ്ഞു അങ്ങനെ ചെയ്യരുത്, വലിയ പൊതി വേണം രണ്ടുപേർക്കും കൊടുക്കാമെന്ന്. അതുകൊണ്ട് നമ്മൾ രണ്ടുപേർക്കും വലിയ പൊതി കൊടുക്കും. പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള ഫൺസ് അപ്പോൺ എ ടൈം സീസൺ 4-ൽ പങ്കെടുക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ funsupon-a-time@gmail.com നിങ്ങളുടെ ഡീറ്റെയിൽസ് മെയിൽ ചെയ്യുക. ഓക്കെ എവരിവൺ, വിത്ത് ദിസ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും കാണാം. ബൈ ബൈ.